തുടർച്ചയായി മൂന്നാം ദിവസവും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. 90,000 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തത്. തീർത്ഥാടകരുടെ ക്യൂ ശബരിപീഠം വരെ നീണ്ടതോടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഹൃദയാഘാതത്തെ തുടർന്ന് അപ്പാച്ചിമേട്ടിൽ തീർത്ഥാടകൻ മരിച്ചു. ഇന്നു പുലർച്ചെ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ നൽകിയിരുന്നു. ഇത് സന്നിധാനത്തും വലിയ നടപ്പന്തലിലും വലിയ തിരക്കിന് കാരണമായി. തീർത്ഥാടകരുടെ ക്യൂ അപ്പാച്ചിമേട് വരെ നീണ്ടു. ഇതോടെ പമ്പ മുതൽ ശബരിപീഠം വരെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. നിലയ്ക്കലിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. മണിക്കൂറിൽ 4000-ലധികം പേർ 18-ാം പടി കയറുന്നുണ്ട്. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ 10 മുതൽ 15 മണിക്കൂർ വരെ സമയമെടുത്താണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. വരി നിൽക്കുന്നവർക്കുള്ള ലഘുഭക്ഷണവും കുടിവെള്ളവും ഉറപ്പാക്കുന്നുണ്ടെന്ന് ദേവസ്വം അറിയിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം ചെങ്കരയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ് 8 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ഡലപൂജയ്ക്ക് ഇനിയുള്ളത് ദിവസങ്ങൾ മാത്രം ബാക്കി. സ്കൂൾ കോളേജുകൾ നാളെ അടയ്ക്കും. തമിഴ്നാട്ടിൽ കാലാവസ്ഥ കൂടി അനുകൂലമാകുന്നതോടെ വൻ ഭക്തജന തിരക്കാണ് വരും ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം.